അപ്പോൾ എല്ലാവർക്കും PK ലെൻസിൻ്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പം അനുഷ്ഠാന കലകൾ, അതുപോലെ എന്താ അനുഷ്ഠാന വാദ്യകലകൾ എന്നൊരു ഭാഗമുണ്ട് അല്ലേ, അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് തോൽപ്പാവകൂത്താണ്. അപ്പോൾ തോൽപ്പാവകൂത്ത് മാത്രമല്ല കൂടെ അർജുന നൃത്തം, അതുപോലെ തന്നെ കാളിയാട്ടം, കാവടിയാട്ടം, ഇതിനോടൊപ്പം തന്നെ ദേശക്കുരുതി, കന്യാർകളി, അപ്പം ഇങ്ങനെയുള്ള പോർഷൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പം തോൽപ്പാവൂത്ത് അല്ല, നമ്മൾ തോൽപ്പാവൂത്ത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ മീശമാധവൻ സിനിമയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ ഒരു നിഴലാട്ടമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഈ തോൽപ്പാവൂത്ത്, അപ്പോൾ അതിന് എന്താ നിഴൽക്കൂത്ത് അല്ലെങ്കിൽ നിഴലാട്ടം എന്നൊക്കെ പറയും, ഓലപ്പാവക്കൂത്ത് എന്നുമൊക്കെ തന്നെ ഇതിനെ പറയാറുണ്ട്. അപ്പം ഇതിൻ്റെ കഥ, ഇതിൻ്റെ പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ രാമായണ കഥയെ ആസ്പദമാക്കിയായിരിക്കും കേട്ടോ. രാമായണ കഥയെ ആസ്പദമാക്കിയായിരിക്കും. അതുപോലെ തന്നെ എന്താ, ഈ തോൽപ്പാവകൂത്തിലെ തോൽ എന്ന് പറഞ്ഞാൽ മാനിൻ്റെ തോല് കൊണ്ടാണ് പണ്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പം ആ മാനിൻ്റെ തോല് കൊണ്ടാണ് അന്ന് ഇത് അവതരിപ്പിച്ചിരുന്നത്. അതായത് ഒരു മറയുടെ പിന്നിലായിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ ചരട് കൊണ്ട് വലിച്ച് കെട്ടി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ ഒരു തോൽപ്പാവകൂത്തിലെ ഇതിൻ്റെ ഒരു അവതരണ രീതിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തെ നമ്മൾ പറഞ്ഞ രാമകഥ അല്ലെങ്കിൽ രാമായണ കഥയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, പാലക്കാട് ജില്ലയിലാണ് ഇത് പ്രചാരത്തിലുള്ളത്. ഇന്ന് ഇത് പ്രചാരത്തിലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചത് പാലക്കാട് ജില്ലയിലാണ് ഇത് പ്രചാരത്തിലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വലതുവശത്തെന്ന് പറഞ്ഞാൽ രാമപക്ഷ പാവയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത PDF നിങ്ങൾക്ക് വരും. അപ്പോൾ എന്താ, രാമപക്ഷ പാവയാണ് ഇതിൻ്റെ ഈ ഒരു തോൽപ്പാവൂത്ത് വലതുവശത്തും. അതുപോലെ ഇടതുവശത്ത് വരുമ്പോൾ എന്താ, രാമൻ വന്നാൽ പിന്നെ ആരാ വരേണ്ടത്, സീത ഉണ്ടല്ലോ, അത് രാമൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ ആരാ, രാവണ അല്ലേ, രാവണപക്ഷ പാവയാണ് ഇടതുവശത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെന്താ, ഇതിനകത്തെ വാദ്യങ്ങൾ, ഏതൊക്കെ വാദ്യങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്, എഴുവറ, അതുപോലെ എന്താ ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ശംഖ് എന്നീ വാദ്യോപകരണങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അല്ലേ. എഴുവറ, ചെണ്ട, ചേങ്ങില, മദ്ദളം, ശംഖ്, ഇലത്താളം, ചേങ്ങിൽ, ഇതൊക്കെയാണ് ഈ ഒരു തോൽപ്പാവകൂത്തിലെ വാദ്യോപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, രാമായണ കഥയാണ് ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇത് അവതരിപ്പിക്കുന്നത് എന്തിനെ ആസ്പദമാക്കിയെന്ന് വെച്ചാൽ എന്തിനാണ്, രാമായണ കഥയെ ആസ്പദമാക്കിയാണ് കേട്ടോ ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ പുല്ലവർ കുടുംബം അവരാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് എവിടെയാണ് അവതരിപ്പിക്കുന്നത് വെച്ചാൽ എവിടെയാണ്, കൂത്തുമാടം എന്ന് പറയും കേട്ടോ. കൂത്തുമാടം, ഇത് അവതരിപ്പിക്കുന്ന സ്ഥലത്തിനെ പറഞ്ഞാൽ കൂത്തുമാടം എന്നാണ്. കൂത്തുമാടങ്ങളിലാണ് ഈ ഒരു കല അവതരിപ്പിക്കുന്നത് കേട്ടോ, ഈ ഒരു അനുഷ്ഠാന കല അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അറിയപ്പെടുന്ന പേരെന്താ, തോൽപ്പാവകൂത്ത് എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്താ, നിഴൽപ്പാവക്കൂത്ത് എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്താ, ഓലപ്പാവക്കൂത്തെന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ തോൽപ്പാവകൂത്ത് പഠിക്കുമ്പോൾ ഓർക്കുക. അപ്പോൾ ഇനി നമ്മളിപ്പോൾ തോൽപ്പാവകൂത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് അർജുന നൃത്തമാണ് കേട്ടോ. അർജുന നൃത്തം, അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും അർജുനനല്ലേ അല്ലേ, കൃഷ്ണൻ്റെ കൂടെയൊക്കെ ഉള്ളതാണല്ലോ അർജുനനല്ലേ എന്നൊക്കെ നിങ്ങൾ ഓർക്കും. അപ്പം ഇത് അവതരിപ്പിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിയ എവിടെയാണ്, കൃഷ്ണക്ഷേത്രങ്ങൾ അല്ലേ, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ എന്നായിരിക്കും. പക്ഷെ അല്ല, കാളി ക്ഷേത്രങ്ങളിലാണ് ഈ പറയുന്ന അർജുന നൃത്തം അവതരിപ്പിക്കുന്നത് കേട്ടോ. അർജുന നൃത്തം അവതരിപ്പിക്കുന്നത് വെച്ചാൽ എവിടെയാണ്, കാളി ക്ഷേത്രങ്ങളിലാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നൃത്തപ്രധാനമായ ഒരു അനുഷ്ഠാന കലയാണ് ഈ പറയുന്ന അർജുന നൃത്തം. അതുപോലെ തന്നെ ഇതിൽ എന്തുണ്ട്, ചെറിയ രീതിയിൽ അഭ്യാസ മുറകളൊക്കെ, കളരി അഭ്യാസത്തിലെ ചില മുറകളും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പ്രകടമാക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടെ ഓർക്കുക. അതുപോലെ തന്നെ ഈ അർജുന നൃത്തത്തെ അറിയപ്പെടുന്ന പേരെന്താ, മറ്റൊരു പേരാണ് മയിൽപ്പീലി നൃത്തം കേട്ടോ. മയിൽപ്പീലികൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ തന്നെ കാണാം. എന്താ, മയിൽപ്പീലി കൊണ്ട് ഉള്ള നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ അല്ലേ, താഴെ കെട്ടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭംഗി കൊണ്ടായിരിക്കാം അതിനെ മയിൽപ്പീലി നൃത്തം എന്നും അതിനെ പറയാറുണ്ട്. പിന്നെ എന്താ, ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ്, ചെണ്ട, അതുപോലെ എന്താ മദ്ദളം ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താ, ഇലത്താളം കേട്ടോ. പിന്നെ ഇലത്താളവും ഉപയോഗിക്കാറുണ്ട് എന്നൊരു കാര്യം കൂടെ ഓർക്കുക. അതുപോലെ തന്നെ എന്താ, അർജുന നൃത്തത്തിലെ പാട്ടുകൾ അറിയപ്പെടുന്ന പേരാണ് കവിത്വങ്ങൾ കേട്ടോ. കവിത്വങ്ങൾ എന്നാൽ എന്താ, അർജുന നൃത്തത്തിലെ പാട്ടുകളെ അറിയപ്പെടുന്ന ഒരു പേരാണ് കവിത്വങ്ങൾ. അപ്പോൾ അത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അർജുന നൃത്തം എവിടെയാണ് അവതരിപ്പിക്കുന്നത് വെച്ചാൽ എവിടെയാണ്, കാളി ക്ഷേത്രങ്ങളിലാണ് അല്ലെങ്കിൽ കാളി കാവുകളിലാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്, മയിൽപ്പീലി നൃത്തം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇതിലെ പാട്ടുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, അർജുന നൃത്തത്തിലെ പാട്ടുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, കവിത്വങ്ങൾ കേട്ടോ. കവിത്വങ്ങൾ എന്നത് അർജുന നൃത്തത്തിലെ പാട്ടുകൾ അറിയപ്പെടുന്ന പേരാണ്. അതുപോലെ ഇതിലെ വാദ്യങ്ങൾ ഏതൊക്കെയാണ്, ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നീ
വാദ്യങ്ങളോടെയാണ് ഇത് അവതരിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഒന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കാളിയാട്ടം കേട്ടോ. അടുത്ത് നമ്മൾ കാളിയാട്ടമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് തെയ്യം, തിറ പോലെയുള്ള ഒരു ദേവീ വേഷങ്ങൾ ഇതെല്ലാം കെട്ടിയാടുന്നതിനെയാണ് എന്ത് കാളിയാട്ടം എന്ന് പറയുന്നത്. അതുപോലെ ഇത് മാത്രമല്ല, ചില ഗ്രാമങ്ങളിൽ ഒരു പ്രത്യേക ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളൊക്കെ കെട്ടിയാടുമ്പോഴേ അതിനെ കാളിയാട്ടം എന്ന് തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂലസ്ഥാനം എവിടെയാണ്, കാളിയാട്ടത്തിൻ്റെ മൂലസ്ഥാനം എവിടെയാണ് എന്നൊരു കാര്യമാണ് നമുക്കിതിൽ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കരിവെള്ളൂരാണ്. കരിവെള്ളൂരാണ് ഈ കാളിയാട്ടത്തിൻ്റെ മൂലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കാളിയാട്ടത്തിനെ പറയുന്ന പേരാണ് എന്ത് പെരുങ്കാളിയാട്ടം കേട്ടോ. പെരുങ്കാളിയാട്ടം എന്നാണ്. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കാളിയാട്ടമാണ് പെരുങ്കാളിയാട്ടം എന്ന് അറിയപ്പെടുന്ന ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താ കാവടിയാട്ടം നോക്കാം. അപ്പോൾ കാവടിയാട്ടത്തെ പറ്റി പറഞ്ഞു വരുമ്പം എന്താണ്, അല്ലെങ്കിൽ ഏത് ദേവന് വേണ്ടിയിട്ടായിരിക്കും ഈ കാവടിയാട്ടം നടത്തുന്നത്? ഏത് ദേവന് വേണ്ടിയിട്ടായിരിക്കും ഈ കാവടിയാട്ടം നടത്തുന്നത്? അല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് വേണ്ടിയിട്ടാണ് നടത്തുന്നതാണ് എന്ത് കാവടിയാട്ടം കേട്ടോ. അപ്പം ഈ കാവടിയാട്ടത്തെ പറ്റി പറയുവാണെങ്കിൽ ഇത് ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുബ്രഹ്മണ്യ പ്രീതിക്കാണെന്നൊരു കാര്യമാണ്. നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ എന്താ പലതരത്തിലുള്ള കാവടികളുണ്ട് അല്ലേ. ഇപ്പം എന്താ പാൽക്കാവടിയുണ്ട്, അതുപോലെ എന്താ പീലിക്കാവടിയുണ്ട്, ഭസ്മക്കാവടിയുണ്ട്, അതുപോലെ എന്താ കളഭക്കാവടി, അതുപോലെ അഗ്നിക്കാവടി, അന്നക്കാവടി, അങ്ങനെ പലതരത്തിലുള്ള ഈ കാവടിയാട്ടങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പം ഇത് എന്താണ്, ഈ കാവടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്, ഭക്തൻ തോളിൽ ചുമന്ന ആ ഒരു ഭാരം അത് സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്നതായിട്ടാണ് ഈ ഒരു കാവടി കൊണ്ട് അല്ലെങ്കിൽ കാവടിയാട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ കാവടിയാട്ടത്തിൻ്റെ പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ എന്താ, ഈ കാവടി തോളിലേറ്റി ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പം ഈ തോളിലേറ്റി എത്തുന്ന ഒരു സമയത്ത് ഈ ഭഗവാൻ അഭിഷേകം ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും അല്ലേ. ഇപ്പം ഭസ്മം, അതുപോലെ എന്താ ചന്ദനം, കളഭം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുപോലെ എന്താ പഞ്ചാമൃതം. അപ്പോൾ ഇതെല്ലാം കാവടിയുടെ 2 സൈഡിലും കെട്ടി ആഘോഷപൂർവ്വം വാദ്യത്തോടെ വളരെ ആഘോഷത്തോടെ വളരെ സന്തോഷത്തോടെ പരമാനന്ദത്തോടെ ഭഗവാനിലേക്ക് എത്തിക്കുന്നത് അതാണ് കേട്ടോ ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതാണ് നിങ്ങൾ കാവടിയാട്ടത്തെ പറ്റി അറിയേണ്ടത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സംഘക്കളി എന്താണ് നമുക്ക് നോക്കാം. അപ്പം സംഘക്കളി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് എന്ത് യാത്രക്കളി, അതുപോലെ എന്നാ പാനയംകളി, അതുപോലെ സംഘക്കളി എന്നിങ്ങനെ 3 പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഇതിപ്പോൾ തെക്കൻ കേരളത്തിലാണ് ഇതിനെ യാത്രക്കളി എന്ന് അറിയപ്പെടുന്നത്. അത് യാത്രക്കളി എന്ന് പറഞ്ഞത് തെക്കൻ കേരളത്തിലാണ്. സംഘക്കളി തന്നെ തെക്കൻ കേരളത്തിൽ പറഞ്ഞാണ് യാത്രക്കളി എന്നത്. അതുപോലെ തന്നെ ഇത് വടക്കൻ കേരളത്തിൻ്റെ ഒരു എന്താ പാനയംകളി എന്നാണ് അറിയപ്പെടുന്നത്. വടക്കൻ കേരളത്തിൽ പാനയംകളി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് സംഘക്കളി എന്നാണ്. അപ്പോൾ ഇത് നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്പൂതിരിമാരാണ്. ഈ ഒരു ആചാരം അല്ലെങ്കിൽ ഈ അനുഷ്ഠാന കല നടത്തുന്നത് നമ്പൂതിരിമാരാണ്. ദേവപ്രീതിക്ക് വേണ്ടിയിട്ട് നമ്പൂതിരിമാർ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഇത്. പൊതുവെ ചോറൂണ് അല്ലെങ്കിൽ ഉപനയനം, അതുപോലെ ഷഷ്ടിപൂർത്തി, ഇങ്ങനെയുള്ള പ്രധാന അവസരങ്ങളിൽ വിശേഷ അവസരങ്ങളിലായിരിക്കും ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ നമ്പൂതിരിമാരല്ലാതെ വേറെ ആൾക്കാർ നടത്താറുണ്ട്. അതായത് ഇപ്പോൾ മാടമ്പിമാരായിട്ടുള്ള നായന്മാർ പഴയ കാലത്ത് അവരുടെ തറവാടുകളിലും ഇത് നടത്തുന്നുണ്ട്. ഇത് ക്ഷേത്രങ്ങളിലും നടത്താം, അതുപോലെ തന്നെ എവിടെ നടത്താം, തറവാടുകളിലും ഈ ഒരു സംഘക്കളി എന്ന അനുഷ്ഠാന കല നടത്താം എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മ വെക്കണം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് 3 ആയിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും. അതായത് 4 പാദം എന്നതാണ് അതിൻ്റെ ആദ്യത്തെ ചടങ്ങ്. പിന്നെയാണ് പാന എന്നൊരു ചടങ്ങ് വരുന്നുണ്ട്. അതിനുശേഷം എന്താ കളി എന്നൊരു ചടങ്ങ് വരുന്നുണ്ട്. കളി പറയുക എന്നൊക്കെ പറയുന്നത് ഹാസ്യം പറയുക എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോന്നും കവിതാരൂപേണയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നിങ്ങനെ ഒരു 3 ഘട്ടങ്ങളായിട്ട് തന്നെ ഇതിനെ തിരിക്കാനായിട്ട് സാധിക്കും. നമ്മളതിൻ്റെ ഒരുപാട് ഡീറ്റെയിലോട്ട് നമുക്ക് പോകേണ്ടതില്ലാത്തതുകൊണ്ടാണ് അത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ഒരുപാടുണ്ടാവും. പക്ഷേ നമുക്ക് അത്രയും പരീക്ഷയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, പിന്നെ എന്താ ഇതിൻ്റെ വാദ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ നമ്മൾ ആ കൂടെ എന്ത് ചെയ്യണം, അനുഷ്ഠാനങ്ങളുടെ വാദ്യങ്ങളും കൂടെ നോക്കിയാൽ പോകണം അല്ലേ. അപ്പോൾ ഇതിനകത്ത് വാദ്യം ഏതൊക്കെയെന്ന് ചേർത്താണ് ചെണ്ട, അതുപോലെ തന്നെ മദ്ദളം, ഇലത്താളം, ചേങ്ങില, കുറുങ്കുഴൽ, ഗഞ്ചിറ എന്നിവയാണ് ഇതിനകത്തുള്ള ഒരു വാദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ സ്പെല്ലിങ്ങിൽ കറക്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തൊരു PDF ആയിരിക്കും നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. കറക്റ്റ് ചെയ്ത PDF നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്കില, അതുപോലെ കുറുങ്കുഴൽ, ഗഞ്ചിറ എന്നിവയാണ് എന്തിൽ ഉപയോഗിക്കുന്നത്, സംഘക്കളിയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് റെഫർ ചെയ്തൊരു പുസ്തകം എന്ന് പറയുന്നത് ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ഒരു ബുക്കാണ്. ഓക്കെ, ആ ബുക്ക് നിങ്ങൾക്കും വാങ്ങിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് വഴി നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. ഡെലിവറി ചാർജ് ഫ്രീ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ആ ഒരു പുസ്തകം കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്ത്
എന്താ കുറച്ചും കൂടെ ഒരു വിശദമായിട്ടും ഒക്കെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത്രയും മതിയെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ള മറ്റ് രീതിയിലുള്ള ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മറ്റ് എക്സാമുകൾക്ക് ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ വിശദമായിട്ട് തന്നെ അതിൽ കാര്യങ്ങൾ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കപ്പോൾ അത് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഓൾറെഡി ഇന്നലെ തന്നെ പ്രൊവൈഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് വളരെയധികം ബാക്കിയുള്ള കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം ബാക്കിയുള്ള പുസ്തകങ്ങളിലൊക്കെ വൺ വേർഡും ഇതുമായിട്ടാണ് വരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളെ പറ്റിയും വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത ഇതിലോട്ട് പോവാം. അടുത്തത് പാക്കനാറുകൾ കേട്ടോ. പാക്കനാർ കളിയാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത നോക്കുന്നത്. അപ്പോൾ ഇത് ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഈ പാക്കനാർ കളി പ്രചാരത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ പാക്കനാർ കളിക്ക് മറ്റൊരു പേരെന്താണ്, പറയന്തുള്ളൽ എന്നൊരു പേരും ഈ ഒരു പാക്കനാർ കളിക്ക് ഉണ്ട്. അപ്പോൾ ഈ പാക്കനാരുടെ വേഷത്തെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, കുരുത്തോല കീറി ഉണ്ടാക്കിയ ആടകൾ അല്ലേ, അതായത് വസ്ത്രങ്ങൾ കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താ കവുങ്ങിൻ്റെ പാള കൊണ്ട് നിർമ്മിച്ച മുടി, അതുപോലെ എന്താ കയ്യിൽ പന്തം ഒക്കെ ഏന്തിക്കൊണ്ടാണ് ഈ ഒരു പാക്കനാരുടെ വേഷം സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ പാക്കനാരുടെ വേഷം അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്, ശിവക്കോലം. അപ്പം ഈ പാക്കനാർ എന്ന് ചോദിച്ചാൽ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി കളിച്ച് അനുഗ്രഹം കൊടുത്താണ് പോകുന്നത്. അപ്പം ഈ പാക്കനാർ കോലത്തോടൊപ്പം, അതായത് ശിവക്കോലത്തോടൊപ്പം പിന്നുള്ളവരാ ദേവനാർ കോലം ഉണ്ട്, അതുപോലെ എന്താ ഗണപതി കോലവും ഉണ്ട്. അപ്പം ഈ 3 കോലങ്ങളും ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി അവിടെ ഉള്ളവർക്ക് അനുഗ്രഹമൊക്കെ ചൊരിഞ്ഞാണ് അടുത്ത വീടുകളിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു പാക്കനാർ കളി. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ പറ എന്നൊരു വാദ്യം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടി, ശംഖ്, തപ്പ്, താളം, കുഴൽ എന്നിങ്ങനെയുള്ള വാദ്യങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പറ, തുടി, ശംഖ്, തപ്പ്, താളം, അതുപോലെ എന്താ കുഴൽ എന്നിങ്ങനെയുള്ള ആ ഒരു വാദ്യങ്ങളാണ് ഈ ഒരു പാക്കനാർ കളിയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോലം പ്രധാനമായിട്ടും എപ്പോഴാണ് അവതരിപ്പിക്കുന്നത് ചോദിച്ചാൽ എപ്പോഴാണ്, ഓണക്കാലത്ത് അതുപോലെ തന്നെ ഉത്സവങ്ങളുടെ സമയത്തൊക്കെ തന്നെയാണ് ഈ ഒരു പാക്കനാർ കളി അല്ലെങ്കിൽ ഈ ഒരു പാക്കനാർ കോലം അല്ലെങ്കിൽ ശിവക്കോലം അവതരിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കന്യാർ കളി. അടുത്ത കന്യാർ കളിയാണ്. അപ്പോൾ ഇത് എവിടെയാണ് കൂടുതൽ പ്രസിദ്ധം അല്ലെങ്കിൽ പ്രശസ്തം എന്നൊക്കെ ചോദിച്ചാൽ എവിടെയാണ്, പാലക്കാട് തന്നെയാണ് കേട്ടോ. പാലക്കാടാണ് ഇത് കൂടുതൽ പ്രശസ്തം. പ്രത്യേകിച്ച് അതുപോലെ അവതരിപ്പിക്കുന്ന എവിടെയാണ്, ഭഗവതി കാവുകളിലാണ് ഈ ഒരു കന്യാർ കളി കൂടുതലായിട്ടും അവതരിപ്പിക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, അത് പാലക്കാട് ജില്ലയിലാണ് ഇത് പ്രശസ്തം. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് കന്യാർ കളി അവതരിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണകി ആരാണ്, കണ്ണകി ആരുടെ വേഷമാണ് അല്ലെ, ദേവിയുടെ മറ്റൊരു ഭാവമാണ് അല്ലെ കണ്ണകി. അപ്പോൾ ഈ കണ്ണകിയെ വാഴ്ത്തുന്ന, അതായത് ദേവിയുടെ മറ്റൊരു ഭാവമായ കണ്ണകിയെ വാഴ്ത്തുന്ന ഒരു സ്തുതികളും കഥകളും ഒക്കെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ണകി ഭാവത്തെ വാഴ്ത്തുന്ന കഥകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ എന്താണ്, ഈ കല അരങ്ങേറുന്ന എപ്പോഴാണ് മേടമാസത്തിലാണ്. മേടമാസത്തിലാണ് ഈ ഒരു കല അരങ്ങേറുന്ന ഒരു സമയം. ഈ അനുഷ്ഠാന കല അരങ്ങേറുന്നത് മേടമാസത്തിലാണ്. അതുപോലെ തന്നെ ഈ അനുഷ്ഠാനങ്ങളിലെ വാദ്യങ്ങൾ ഏതൊക്കെയാണ്, ചെണ്ട, ചേങ്ങില, ഇലത്താളം, മദ്ദളം എന്നിവയാണ് ഈ കന്യാർ കളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ചെണ്ട, ചേങ്ങില, ഇലത്താളം, മദ്ദളം എന്നിവയാണ് കന്യാർ കളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ഇത് അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്, ദേശത്ത് കളി. ദേശത്ത് കളി എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നായർ സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് കൂടുതലായിട്ടും അവതരിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്, ഭദ്രകാളി തീയാട്ട് കേട്ടോ. ഭദ്രകാളി തീയാട്ട് അപ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലേ, അത് ദേവീ സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താ ഭദ്രകാളി എന്നൊരു സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ദേവിയെ പ്രീതിപ്പെടുത്താനാണ് ഈ ഒരു അനുഷ്ഠാന കല നടത്തുന്നതെന്ന്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി പറയുന്നത് കളത്തിന് മുന്നിൽ അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന നൃത്തമാണ്. കളത്തിന് മുന്നിൽ അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന നൃത്തമാണ് ഈ പറയുന്ന ഭദ്രകാളി തീയാട്ട്. നമ്മൾ നേരത്തെ കളമെഴുത്തും പാട്ടും ഒക്കെ പഠിക്കുന്നത് കളത്തെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കളത്തിന് മുന്നിൽ അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന നൃത്തമാണ് ഈ പറഞ്ഞ ഭദ്രകാളി തീയാട്ട് എന്നത്. അതുപോലെ എന്നതാ ഇതിലെന്താണ് ഇപ്പോൾ പറയുന്നത്, ഭദ്രകാളി സ്തുതി. തീർച്ചയായിട്ടും ഭദ്രകാളി സ്തുതിയാണ് പറയുന്നത്. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചും കൂടെ ഒരു ഉഗ്രരൂപമായിട്ടുള്ള ദേവിയുടെ ഒരു സങ്കല്പമാണ് അല്ലേ. അപ്പം ഇതിനകത്ത് വർണ്ണിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാനമായിട്ടൊരു തീം എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്പദമായിരിക്കും അതെന്താ, കാളി ദാരിക യുദ്ധത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ് ഇതിൽ പറയുന്നത്. ഭദ്രകാളി തീയാട്ടിൽ പ്രധാനമായും പറഞ്ഞത് എന്താ, കാളി ദാരിക യുദ്ധത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ് ഇതിൽ
പറയുന്ന ഒരു കാര്യം കൂടെ ഓർക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി സ്തുതികളാണ് അതിൽ പറയുന്ന ഒരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? പറ, ചെണ്ട, ചേങ്ങില എന്നിവയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പറ, ചെണ്ട, ചേങ്ങില എന്നിവയാണ് ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. എന്താണ്? ദേശക്കുരുതി. അപ്പം ഈ കുരുതി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇപ്പം ഗുരുതി പൂജ അല്ലെ, നമ്മൾ കേൾക്കാറില്ലേ കുരുതി പൂജ അല്ലെങ്കിൽ ഗുരുതി പൂജ എന്നൊക്കെ കേൾക്കും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബലി അല്ലെ, ബലിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ കാലങ്ങളിൽ ബലികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ? ബലികളൊന്നുമില്ല. മനുഷ്യബലിയോ മൃഗബലിയോ അങ്ങനെ ഒന്നുമില്ല. അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പരിഷ്കരിച്ച രൂപം, അതായത് മൃഗബലിയുടെ പരിഷ്കരിച്ച ഒരു രൂപമാണ് ഈ പറയുന്ന ഇന്ന് നടക്കുന്ന ദേശകുരുതി കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുരുതി നൽകുന്നുണ്ട്, മൃഗത്തെ കുരുതി നൽകുന്നതായിട്ടാണ് പണ്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അത് പരിഷ്കരിച്ചൊരു രൂപത്തിലാണ് നടത്തപ്പെടുന്നത്. അപ്പം ഈ ദേശക്കുരുതി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നാടിന് വരുന്ന അല്ലെങ്കിൽ നാടിന് വരാനിരിക്കുന്ന ചില അത്യാപത്തുകളെയൊക്കെ രക്ഷിക്കും എന്നതാണ്. അതെ. അപ്പോൾ ഈ ദേശക്കുരുതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാളി, അതുപോലെ എന്താ കൂളി, കണ്ടാരൻ, ഇവരൊക്കെ എന്ത് ചെയ്യും? വീരഭദ്രൻ, ഇവരൊക്കെ എന്താ ജനങ്ങളെ ആ ഒരു നാടിന് വരാനിരിക്കുന്ന അത്യാപത്തുകളിൽ നിന്നൊക്കെ തന്നെ രക്ഷിക്കും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദേശക്കുരുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് നാടിന് വരാനിരിക്കുന്ന ചില ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദേശക്കുരുതി നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. ആ ഒരു ക്ലാസ് കൂടെ കൊണ്ട് നമുക്ക് അനുഷ്ഠാനവാദികളിൽ നിന്നൊരു ഭാഗം നമുക്ക് പൂർത്തീകരിക്കും. ഓക്കെ. അപ്പം അതിനുശേഷമായിരിക്കും ഇപ്പോൾ പലരും കമൻറ്റിൽ ചോദിച്ചു വേദങ്ങളുടെ ക്ലാസ് ഉണ്ടാവുമോ, ഉപനിഷത്തുകളുടെ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ ക്ലാസ്സുകളുണ്ട് കേട്ടോ, എല്ലാ ക്ലാസ്സുകളും എടുത്തു തരും. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സും കൂടെ കൊണ്ട് ഈ ഒരു അനുഷ്ഠാനങ്ങളിൽ നിന്നൊരു ഭാഗം പൂർത്തീകരിക്കും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്